ഞാൻ നിങ്ങളുടെ പൊതുനായകൻ MK സലീം. നമസ്കാരം. എന്തൊരു ഗതികേടാണ് നമ്മളുടെ പിണറായി സർക്കാരിന് ഇല്ലേ. ഇന്നിപ്പം പുതിയൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരിക്കുന്ന മുനമ്പം കമ്മീഷൻ യാതൊരു അധികാരവും ഇല്ല, അർദ്ധ ജുഡീഷ്യലും ഇല്ല, ജുഡീഷ്യലും ഇല്ല. പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കമ്മീഷൻ ഇറക്കിയത്? കമ്മീഷൻ ഇറക്കിയത് വെട്ടിലായി. കാരണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചു, നിങ്ങൾക്ക് ആരധികാരം തന്നു? ഒരു കോടതി മുനമ്പം ഭൂമി വർക്കഫ് ഭൂമിയാണെന്ന് വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറത്ത് നിങ്ങൾക്ക് സർക്കാരിന് അധികാരം തന്നു ഒരു കമ്മീഷനെ വയ്ക്കാൻ എന്ന് ചോദിച്ചു ആകെ മറുപടിയില്ലാത്ത അവസ്ഥ നിൽക്കുക. അപ്പോഴാണ് ഇപ്പോഴത്തെ ഇത് ഇന്നമാതിരി അവർക്കൊരു അധികാരമില്ല. പിന്നെ എന്തിനാണ് ഈ കമ്മീഷൻ വെച്ചിരിക്കുന്നത്? അതും അവർ വിസ്തരിച്ചിരിക്കും. സർക്കാർ അവിടെ താമസിക്കുന്നവരുടെ താല്പര്യം അന്വേഷിക്കാനാണ്, താല്പര്യം നോക്കാനാണ്, അല്ലെങ്കിൽ വസ്തുവിന് ഇത് അറിയാനാണെന്നൊക്കെ. എന്തൊരു ഗതികേടാ. അവിടെ താമസിക്കുന്നവരുടെ താല്പര്യം എന്നും ഡെയിലി TV കാണിക്കുന്നില്ലേ? അവിടെ ഇരുന്ന് അവർ സമരം ചെയ്യല്ലേ മുനമ്പത്തുകാർ. അപ്പോൾ ഇവിടെ ആ താല്പര്യം അന്വേഷിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് ചിലവാക്കി വല്ല റിട്ടയർഡ് ജസ്റ്റിസിന് കൊടുത്ത് ബാക്കിയുള്ളതും സർക്കാരുള്ളവരും പറ്റി കൊണ്ടുപോകേണ്ട കാര്യം എന്താ? ഈ സർക്കാരിന് ഇതിനെ സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ പിരിച്ചുവിടണം. എന്ന് വെച്ചാൽ ഇനിയും കോടതിയുടെ ഭാഗത്ത് തട്ട് കിട്ടും, യാതൊരു സംശയമില്ല. അപ്പോൾ കോടതിയെ പ്ലീസ് ചെയ്യാനാണ് ഇന്നൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. വേറെ ഒന്നിനുമല്ല, അവിടെ താമസിക്കുന്നവരുടെ താല്പര്യം എന്താണെന്ന് അന്വേഷിക്കാനും വസ്തുത അന്വേഷിക്കാനും ഒക്കെ ആണെന്നൊക്കെയുള്ള ഒരു തുഗ്ലക്കിൻ്റെ കാലത്ത് പോലും ഇങ്ങനെയൊന്നും നടന്നു കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുകൂടാതെ ഷാജിൻ സ്കറിയ പോലുള്ളവരും ബാക്കി VD സതീശൻ, ഷാജിൻ സ്കറിയ എന്ന് പറഞ്ഞാൽ എന്തോ ഇന്നമാതിരി 100,000 ആൾക്കാരുമായിട്ട് ഞാൻ ഇവരെയും കൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് തിരുവനന്തപുരം കാൽനട ജാഥ നടത്തും. എന്താത്തിന് കാൽനട ജാഥ നടത്തുന്നത്? ഇവിടെ പക്ക ഭൂമിയാണെന്ന് ഒരു കോടതി വിധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അപ്പുറം എന്താണ്? ഇനി കോടതിയാണ് തീരുമാനിക്കേണ്ടത്, ഹയർ കോടതി, അത് വരണോ അല്ലയോ എന്ന്. ഇപ്പം എന്താ അമെൻമെൻറ്റ് വരുന്നു. ആ അമെൻമെൻറ്റിൽ മുൻകാല പ്രാബല്യമില്ല എന്ന് പറഞ്ഞാൽ ഈ മുനമ്പത്ത് സമരം ചെയ്യുന്നവരെല്ലാം കാര്യം കട്ടപ്പോകയാണ്. അപ്പോൾ കോടതി വിധിച്ചു കഴിഞ്ഞാൽ ആ കോടതി ക്യാൻസൽ ചെയ്യാനൊന്നും ആർക്കും പറ്റത്തില്ല. അപ്പോൾ അതാണ് അതിലുള്ള കാര്യം. അപ്പോൾ അതുകൊണ്ട് ഈ VD സതീശനെ പോലുള്ളവരും ബാക്കിയുള്ള ശോഭാ സുരേന്ദ്രനും എല്ലാവരും എവിടെ പോയി? ഒരു അനക്കവും ഇല്ലല്ലോ ഇപ്പം. PC ജോർജ് പോയി, നിങ്ങളിവിടെ ഞങ്ങൾ നെഞ്ചത്തോടെ ചവിട്ടിയെ നിങ്ങൾ ഇവിടെ നിന്ന് ഒഴിപ്പിക്കത്തുള്ളൂ. ഒഴിപ്പിക്കാനെന്ന കാര്യമൊന്നും ഇവിടെ വന്നില്ല. ഒഴിപ്പിക്കേണ്ട സമയത്ത് അവർ ഒഴിപ്പിക്കും. പക്ഷേ ഭൂമി വേറൊരാളുടെ ആണ്, അത് വഖഫിൻ്റെ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഈ മുസ്ലിം ലീഗിനെ പോലുള്ളവരൊക്കെ ഇങ്ങനെ അമാന്തം കാണിക്കുന്ന എന്താ? ഉള്ള സത്യം തുറന്നു പറയണം. എന്തിന് പാവപ്പെട്ട ഈ അവിടുത്തെ മത്സ്യത്തൊഴിൽ അവർ വഞ്ചിക്കപ്പെട്ടു. ഈ ഫാറൂഖ് കോളേജാണ് അതിൻ്റെ 1ാം പ്രതി. അവരെയാണ് പിടിച്ച് അവരിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഇവർക്ക് ഭൂമി വാങ്ങിച്ചു കൊടുക്കണം, വീട് വാങ്ങിച്ചു കൊടുക്കണം, ഇവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അതേ ഉള്ള ഇതിനുള്ള പരിപാടി. അല്ലാതെ ഇപ്പം അമെൻമെൻറ്റ് വന്നാലും മുൻകാല പ്രാബല്യത്തോടുകൂടി 1947 ശേഷമുള്ള വഖഫ് ഭൂമി, അനാദിപ്പെട്ട ഭൂമികളെല്ലാം എടുത്ത് ഇങ്ങനെ തിരിച്ചു കൊടുക്കുമെന്നൊക്കെ പറയാൻ ആരെങ്കിലും കൊണ്ട് പറ്റുമോ? അങ്ങനെ നടക്കുന്ന കാര്യമാണോ? നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ പിരിച്ചുവിടണം. ഇപ്പം ഒരു പവറും ഇല്ലയെന്ന് സർക്കാർ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ റിപ്പോർട്ട് ആർക്ക് വായിക്കാനാണ്? മുഖ്യമന്ത്രിക്ക് വായിച്ച് ചുമ്മാ ഉല്ലസിക്കാൻ എത്ര ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കും. ഇതാ ഇപ്പം തന്നെ എത്ര ലക്ഷം രൂപ കൊടുത്തു കാണും. കാറ്, സൗകര്യം, സ്റ്റാഫ്, എല്ലാ സൗകര്യങ്ങളും എന്തിനു വേണ്ടി? ഇത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ടേക്കിംഗ് ദ ഹോൾ ക്രൗഡ് ഫോർ എ റൈഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ അത് പിരിച്ചുവിട്ട് ബാക്കി പൈസ എങ്കിലും ലാഭിക്കാം. അല്ലെങ്കിൽ ഇത് മൊത്തം പൈസയും പോവും, ഒരു ഗുണവും ഇല്ലാത്ത ഒരു കാര്യമായി മാറും. അപ്പോൾ അതുകൊണ്ട് സർക്കാർ അത് ഗൗരവമായിട്ടെടുത്തിട്ട് ഒരു ജാള്യതയും കാണാതെ പിരിച്ചുവിടുക കമ്മീഷന്. അത്രയേ ഉള്ളൂ.